എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഏറെ പേര് കേട്ടിട്ടുള്ളതും കുറച്ചേറെ പേര് പാടിയിട്ടുണ്ട്. ഈ കോമ്പോസിഷൻ ഒരു കൃഷ്ണ കീർത്തനമാണ്. ഇതൊരു മലയാളി കമ്പോസറുടെ കൂടിയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. കാപ്പി രാഗത്തിലുള്ള മായ ഗോപബാല. ഇതിൻ്റെ രാഗം വൈസും പിന്നെ കോമ്പോസിഷൻ വൈസ് കമ്പോസ് ചെയ്തേക്കുന്ന രീതിയിലും പിന്നെ അതിൻ്റെ ലിറിക്സും വളരെ മനോഹരമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കുറേ ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും, ഒരുപാട് പേര് കേട്ടിട്ടുള്ളതുമായിരിക്കും. ഇത് കുറച്ച് സിംഗേഴ്സ് ഇത് പാടിയിട്ടുണ്ട്. അപ്പോൾ പാടുന്ന രീതി കുറേ വ്യത്യാസങ്ങളുണ്ടാവും, സംഗതികളിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും, എങ്കിലും കുറേ പേര് കേട്ടിട്ടുള്ളതായിരിക്കും. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കോമ്പോസിഷനാണ്. സംഗീതം പഠിക്കാത്തവർക്കും സംഗീത അഭിരുചിയുണ്ട്, സംഗീതം അഭ്യസിച്ചിട്ടില്ല എങ്കിൽ പോലും ഇത് പാടാൻ പറ്റുന്ന ഒരു കോമ്പോസിഷനാണിത്. ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നിരുന്നാലും എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ള ഒരു കോമ്പോസിഷനാണിത്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു മലയാളി കമ്പോസറുടെ ആണ്. നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിൽ മലയാളി കമ്പോസേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ മലയാളി കമ്പോസർ എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ശ്രീ സ്വാതി തിരുനാളിൻ്റെ പേരാണ്. അപ്പം അദ്ദേഹം നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിന് ധാരാളം സംഭാവനകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പോസിഷൻസ് തന്ന് നമുക്ക് നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിനെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. ഇത് എഴുതിയത് ശ്രീ KC കേശവപിള്ള എന്ന അദ്ദേഹമാണ്. അദ്ദേഹം കുറച്ച് കോമ്പോസിഷൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു കവിയും കൂടിയാണ്. നമുക്കിതിൻ്റെ കാപ്പി രാഗത്തിൻ്റെ ആരോഹണം നോക്കാം. കാപ്പി 22ാമത്തെ മേളകർത്ത രാഗമായ ഖരഹരപ്രിയയുടെ ജന്യരാഗമാണ്. ഇത് കാപ്പി രാഗത്തിൻ്റെ 2-3 കോമ്പോസിഷൻസ് ഞാൻ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് എക്സ്പ്ലനേഷൻ കാപ്പി രാഗത്തിന് കൊടുക്കുന്നില്ല. ആരോഹണത്തിൽ 5 സ്വരങ്ങൾ, ഔഡവ സമ്പൂർണമാണ്, അവരോഹണത്തിൽ സമ്പൂർണ്ണം, ഒരു വക്രസമ്പൂർണമായിട്ട് വരുന്ന ഒരു അവരോഹണമുണ്ട്. അതുകൂടാതെ ക്രമസമ്പൂർണമായിട്ട് വരുന്ന ഒരു അവരോഹണവും ഇതിന് പാടാറുണ്ട്. അല്ലാതെ തന്നെ മറ്റൊരു അവരോഹണം സാനി പമഗമനി പഗരി നീസ. ഇതിൻ്റെ പല്ലവിയുടെ സാഹിത്യം നമുക്ക് നോക്കാം. മായ ഗോപബാല പാഹി ഭാമ കാമുക പാഹി. ഇതാണ് പല്ലവി സാഹിത്യം വരുന്നത്. ആദ്യ താളത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മായ ഗോപബാല. ഫസ്റ്റ് സംഗതി അതാണ്. മായ പാമഗ മായ യാ യാ മായ. അത് പ ഗായിലേക്കാണ്. പ ഗ അതാണ് മായ. അവിടെ ഒരു ചെറിയ ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് മായ ഗോപ പാമഗ രേ സതി ഗോപ ബാല റിനീസ. ഒന്നുകൂടെ പാടാം, കാരണം കഴിഞ്ഞ 1-2 ഒരു വീഡിയോയിൽ കുറച്ച് സ്പീഡായി പോകുന്നു പറയുന്നത്, എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പം കുറച്ച് സ്ലോലി നമുക്ക് നോക്കാം. മായ പാമഗ ഗോപ രേ സതി ബാല റിനീസ. മായ ഗോപ ബാല. ഫസ്റ്റ് ടൈം പാടുമ്പം അങ്ങനെ പാടി നിർത്താം. അപ്പം മായ ഗോപബാല പാകി എന്നുള്ളതാണ് ഒരു താളവട്ടത്തിൽ വരുന്നത്. അപ്പം ഫസ്റ്റ് ടൈം പാടുമ്പം മായ ഗോപബാല പാടി ആ താളം കംപ്ലീറ്റ് ചെയ്യാം. മായ ഗോപബാല.
അപ്പം ആ സംഗതി തന്നെ സെക്കൻഡ് ടൈം പാടുമ്പം മായ ഗോപബാല പാഹി മരിമ പാഹി മായ ഗോപബാല പാഹി. അതാണ് ഫസ്റ്റ് സംഗതി വരുന്നത്. രണ്ടാമത്തെ സംഗതി മായ മായ പനി പസനി പമഗ പനി മായ പനി പസനി പമഗ മായ ഗോപ രിനി സ ബാല സോറി രി സരി ബ ഗോപ ബാല രിനി സ മായ ഗോപ ബാല പാഹി. അവിടെയെല്ലാം ആദ്യത്തെ മായയ്ക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കിയെല്ലാം അതേപോലെ തന്നെ വരും. മായ ഗോപബാല പാഹി മരിമ പമ. അടുത്ത വരിയിലേക്ക് പോകുന്നു. ബമ പനി പമ മബനി സ ബമ ബ. എൻഡില് നിഷാദം വരുന്നുണ്ട്. ഭമ കമുക ഗരി രി മരി രി മരി സ കമുക ഭമ കമുക പാഹി സനി ന പമ ഗരി സരി മ പാഹി സനി ന പമ ഗരി സരി മ ഭമ കമുക പാഹി മായ ഗോപബാല പാഹി ഭമ കമുക പാഹി മായ. നെക്സ്റ്റ് സംഗതി ചെറിയൊരു വ്യത്യാസം മായയ്ക്ക്. എപ്പോഴും ഒരേപോലെ വരും. മായ ഗോപ ഗോപ ആദ്യത്തെ പോലെ ഒന്നും രണ്ടും പോലെ തന്നെ വരും. ബാല ബാലയ്ക്ക് ചെറിയ വ്യത്യാസം. പമഗരി സ മായ ഗോപബാല പാഹി. ബാക്കിയെല്ലാം അതേപോലെ തന്നെ വരും. ഒന്നാമത്തെ ഭാമയ്ക്ക് വ്യത്യാസം വരുന്നില്ല, ആ സംഗതി അതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പം ഒന്നുകൂടെ നോക്കാം. മായ ഗോപബാല പാഹി ഭമ കമുക പാഹി മായ ഗോപബാല പാഹി ഭമ കമുക പാഹി മായ ഗോപബാല. ഇതാണ് പല്ലവി വരുന്നത്. ഞാൻ ഒന്നിച്ച് പാടുന്നില്ല, കാരണം ഒന്നിച്ച് പാടുന്നതിനെല്ലാം കോപ്പിറൈറ്റ് വരുന്നു. അപ്പം ഞാൻ സംഗതികൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്നുകൂടെ പാടാം. മായ ഗോപബാല ഫസ്റ്റ് ടൈം അങ്ങനെ പാടി നിർത്തുക. രണ്ടാമത് ആ സംഗതി തന്നെ പാടുമ്പോൾ പാക്കി ചേർക്കാം. മായ ഗോപബാല പാഹി. സെക്കൻഡ് തവണ രണ്ടാമത്തെ സംഗതി വരുന്നത്, സെക്കൻഡ് തവണയല്ല രണ്ടാമത്തെ സംഗതി. മായ ഗോപബാല പാഹി ഭമ കമുക പാഹി മായ ഗോപബാല. മൂന്നാമത്തെ സംഗതി പാഹി ഭമ കമുക പാഹി
ഇത്രയുമാണ് പല്ലവി വരുന്നത്. നമുക്ക് അനുപല്ലവി നോക്കാം. അനുപല്ലവിയുടെ സാഹിത്യം വരുന്നത് കായ കാഞ്ചി ജിതമേഘ കാരുണ്യാംബുധേ പാഹി. ഇത്രയേ ഉള്ളൂ. അനുപല്ലവി ചെറുതാണ്. കായ കാഞ്ചി ജിതമേഘ. ഒന്നാമത്തെ സംഗതി രണ്ടക്ഷരം തള്ളിയിട്ടാണ് തുടങ്ങുന്നത്. കായ കാഞ്ചി നിവ കായ മഗമ യാ കായ കാഞ്ചി കാഞ്ചി പാനി മാപ പാനി മാപ കാഞ്ചി ജിതമേ ജിത മബ നിര നിനി നി മബ നിനി നിദമേഘ മബ നിനി സ കായ കാഞ്ചി ജിതമേഘ. ഒന്നാമത്തെ സംഗതി. രണ്ടാമത് വരുമ്പോഴത്തേക്ക് കായ, തുടക്കത്തിൽ ചെറിയ വ്യത്യാസം. കായ ഇവ ഇവ. ആദ്യം ഒരു നീപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് രണ്ടാമത് പാടുമ്പോൾ ഒന്നുകൂടെ ഇവ ഇവ കായ. യാ കാഞ്ചി അതേപോലെ തന്നെ വരും. കായ കാഞ്ചി ജിതമേഘ. എൻഡില് ചെറിയ വ്യത്യാസം. ജിതമേ അത് ആദ്യത്തെ പോലെ തന്നെ വരും. ജിതമേ ഖായ്ക്ക് ഖ എന്നുള്ള മേഘയുടെ ഖായ്ക്ക് മാത്രമാണ് വ്യത്യാസം വരുന്നത്, എൻഡിൽ മാത്രം. കായ 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 കാഞ്ചി ജിതമേഘ കായ കാഞ്ചി ജിതമേഘ കായ. അടുത്ത സംഗതി വരുന്നത് കായ കാഞ്ചി കാഞ്ചി പനി നിസരി പമനി ബ എന്ന് വരും. അപ്പം കായ കാഞ്ചി പനി നിസരി പമനി ബ കായ കാഞ്ചി ജിതമേഘ. അവിടെ എൻഡിലും ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ജിതമേഘ ജിതമേ അത് ആദ്യത്തെ പോലെ തന്നെ, തൊട്ട് മുന്നത്തെ പോലെ തന്നെ. കായ കാഞ്ചി ജിതമേഘ കായ കാഞ്ചി ജിതമേഘ കായ കാഞ്ചി ജിതമേഘ. തേർഡ് സംഗതിയുടെ സെക്കൻഡ് ടൈം പാടുമ്പോൾ ആ എൻഡിൽ വരുന്ന സംഗതിയില്ല. ഒന്നുകൂടെ മൂന്നാമത്തെ സംഗതി പാടാം. കായ കാഞ്ചി ജിതമേഘ കായ കാഞ്ചി ജിതമേഘ. കാരുൺ രേസ ന്യാ നിധരി നീമൻ നിവ ബുദ്ധേ ന്യാ ബുദ്ധേ നിധരി നീമനിവ കാരുണ്യ ബുദ്ധേ പാഹി പാ മമനി നിപമ പാഹി വിരിസരി എന്ന് വരും. അപ്പം കാരുണ്യ ബുദ്ധേ പാ കാരുണ്യ ബുദ്ധേ പാഹി. അപ്പം ബുദ്ധേ കഴിഞ്ഞിട്ട് ഇത്തിരി സമയമുണ്ട്. കാരുണ്യ ബുദ്ധേ പാഹി മായ ഗോപ
വായിച്ച് കാരുണ്യാമ്പതി ഒന്നുകൂടെ പാടാം. കാരുണ്യാമ്പുതേ പാഹി. പാഹി വരുന്നത് ബീച്ച് കഴിഞ്ഞിട്ട് വരും. കാരുണ്യാമ്പുതേ പാഹി മായ ഗോപബാല പാഹി ഭമ കബുഗ പാഹി മായ ഗോപബാല. ഇതാണ് അനുപല്ലവി വരുന്നത്. നമുക്കടുത്ത ചരണം നോക്കാം. ചരണത്തിൻ്റെ സാഹിത്യം ഒന്ന് നോക്കാം. കാരണപൂരുഷ ഭഞ്ജന ദാരുണാന്തോ നാശന മാധവ വാരണപാലന കേശവ വിനുത താരാധീശപദേ പാഹി. 3 അക്ഷരം തള്ളിയാണ് ചരണം തുടങ്ങുന്നത്. കാരണപൂരുഷ ഭഞ്ജന കാരണ പാപ പാനി ബാപ പൂരുഷ ഭഞ്ജ ഗമ കാരണ പൂരുഷ പാപ പാനി ബാപ കാരണ പൂരുഷ ഭഞ്ജന ഭഞ്ജ ഗമ ന മഗരി ന ദാരുണാന്തോ ദാരുണ ഗഗമ ദോ മമനി മഗരി സ ദാരുണാന്തോ നാശന മഗ മമ മാധവ പാനി മാനിവ മാധവ പാനി മാനിവ ദാരുണാന്തോ നാശന മാധവ. ആദ്യത്തെ സംഗതി എങ്ങനെയാണ് ഒന്നുകൂടെ പാടി നോക്കാം. കാരണപൂരുഷ ഭഞ്ജന ദാരുണാന്തോ നാശന മാധവ. രണ്ടാമത്തെ സംഗതി വരുന്നത് കാരണ പാപമ കാരണ പൂരുഷ പൂരുഷ റിമ പാസനി പാസനി ബ മാനിവ റിമ പാസനി ബ മാനിവ പൂരുഷ കാരണ പൂരുഷ ഭഞ്ജന. അത് അതേപോലെ തന്നെ വരും. ദാരുണാന്തോ നാശന മാധവ. മാധവയ്ക്ക് മാത്രം വ്യത്യാസം വരും. നാശന മാനി നീസനി പാനി നീസനി മാനിവ മാധവ മാനിവ കാരണ പൂരുഷ ഭഞ്ജന ദാരുണാന്തോ നാശന മാധവ. അടുത്തത് വരുന്നത് അനുപല്ലവി പോലെ വരും. നൊട്ടേഷൻ സെയിം ആണ്. വാരണപാലന കേശവ വിനുത വാരണ ഇവ മഗമ പാലന പാനിനി മാപ പാലന പാല വാരണ പാലന പാനിനി മാപ കേശവ മബനിനി സ കേശവ വിനുത. അത് 2 അക്ഷരം തള്ളിയാണ് വരുന്നത്. വാരണപാലന കേശവ വിനുത. രണ്ടാമത്തെ സംഗതി വാരണപാലന വാരണ ഇവ രണ്ടാമത്തെ സംഗതി അനുപല്ലവിയിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ. വാരണപാലന
പനി നിരി പമനി വാരണ പാലന കേശവ വിനോദ വാരണ വിനോദ അതേപോലെ തന്നെ വാരണ പാലന കേശവ വിനോദ വാരണ പാലന കേശവ വിനോദ വാരണ പാലന. അവിടെയാണ് സംഗതി വരുന്നത്. ആ എൻഡിൽ വരുന്ന സംഗതി ഇല്ല. വാരണ പാലന റിമ പാസ്രി മരിമ വാരണ പാലന കേശവ വിനോദ. അത് ആ നേരെ സായിലേക്ക് പോവാണ്. കേശവ വിനോദ. അടുത്ത ലൈൻ എടുക്കാനായിട്ട് അടുത്ത വരി പാടാം. വാരണ പാലന കേശവ വിനോദ താരധീശപതേ താര രീസ ഇസനിനി തേശ മാനിബ ശപതേ മാനിബ താരധീശപതേ പാഹി മമനി പമരി താരധീശപതേ പാഹി വാരണ പാലന കേശവ വിനോദ താരധീശപതേ പാഹി മായ ഗോപബാല പാഹി. ഇതാണ് ചരണം വരുന്നത്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കാരണപുരുഷ ഭഞ്ജന ദാരുണദോ നാശന മാധവ മാധവ. ആദ്യത്തെ സംഗതി. രണ്ടാമത് വരുന്നത് കാരണപുരുഷ ഭഞ്ജന ദാരുണദോ നാശന മാധവ. അടുത്തത് വരുന്നത് വാരണ പാലന കേശവ വിനോദ. രണ്ടാമത്തെ സംഗതി വാരണ പാലന കേശവ വിനോദ. മൂന്നാമത്തെ സംഗതി വരുന്നത് വാരണ പാലന കേശവ വിനോദ താരധീശപതേ താരധീശപതേ പാഹി മായ ഗോപബാല പാഹി ഭമ കമുഖ പാഹി മായ ഗോപബാല ഗോപബാല. ഇത്രയുമാണ് ഇതിൻ്റെ നൊട്ടേഷൻ വരുന്നത്. പല്ലവി കഴിഞ്ഞിട്ട് ചരണത്തിലെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളതുള്ളതെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. നൊട്ടേഷനെല്ലാം ഞാൻ കൃത്യമായിട്ട് സ്ലോലി പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സാഹിത്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു കോമ്പോസിഷൻ്റെ നൊട്ടേഷനുമായിട്ട് കാണാം. താങ്ക് യു.